വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്ന് നമുക്ക് തിരുവചനങ്ങളെ ധ്യാനിക്കാം. സ്നേഹിയാകുന്ന സ്വർഗീയപിതാവാം ദൈവമേ, വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ തിരുവചനങ്ങളെ ധ്യാനിപ്പാൻ ഈ പ്രോഗ്രാമിലൂടെ അങ്ങ് സഹായിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾ ധ്യാനിക്കുന്ന വചനം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരണമേ. ബലഹീന നടീനെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങ് നൽകിയിരിക്കുന്ന കൃപയിൽ നിന്ന് വചനം ഘോഷിപ്പാൻ സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിച്ച് ആത്മീയമായി നിന്നോട് ചേർന്ന് ജീവിപ്പാൻ മുഖാന്തരമൊരുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ തിരുവചനം. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 28 വേഴ്സ് 20. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുകയും ചെയ്യുക. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഭൂമിയിലേക്ക് കടന്നു വരികയും കുരിശുമരണം വരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത കർത്താവ് ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുമ്പായി നമുക്കായി നൽകിയിരിക്കുന്ന ഒരു വലിയ വാഗ്ദത്തമാണ് ഇന്ന് നാം തിരുവചനത്തിൽ വായിച്ചത്. ലോക അവസാനത്തോളവും എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ള ഒരു വലിയ ഉറപ്പ്. ഇത് മറ്റാരുമല്ല, ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ വാക്ക് ഒരു നാളും നീങ്ങിപ്പോവുകയില്ല എന്ന് പറഞ്ഞ കർത്താവിൻ്റെ അഷ്വറൻസാണ്, ഉറപ്പാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഉറപ്പ് തന്ന കർത്താവ് ഉണ്ടോ എന്ന് നാം പരിശോധിക്കാറുണ്ടോ? ഞാൻ ലോകാവസാനത്തോളവും എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ നാളും ഏത് സമയത്തും ദൈവം യേശു നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരുറപ്പ് നമുക്ക് നൽകുമ്പോൾ ആ വിശ്വാസമുള്ള ഒരു വ്യക്തിയുടെ ജീവിതം ആ ഒരു ഉറപ്പിന്മേൽ തന്നെ പൂർണ്ണമായിട്ടും മാറും. അവൻ്റെ ജീവിതം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അവൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരകനായി ഈ ഉറപ്പ് തന്ന കർത്താവ് അവനോടൊപ്പം ഉണ്ടായിരിക്കും. നാം ഒന്ന് പരിശോധിക്കുക. നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ, നാം വേദനിക്കുന്ന സാഹചര്യങ്ങളിൽ, നമ്മുടെ ബുദ്ധിമുട്ടുകളുടെ സാഹചര്യങ്ങളിൽ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് എന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ? എല്ലാം അനുഗ്രഹമായി മുമ്പോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പറയാം കർത്താവ് നമ്മോട് കൂടെയുണ്ട്. എന്നാൽ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് എത്ര പേർക്ക് പറയുവാൻ കഴിയും കർത്താവ് എന്നോട് കൂടെ ഉണ്ട് എന്ന്? അതായിരിക്കണം ഒരു ക്രൈസ്തവൻ്റെ പ്രത്യാശ, ഒരു ക്രൈസ്തവൻ്റെ വിശ്വാസം. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയുവാൻ കഴിയുമോ എന്ന് നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് കൂടെയുള്ള ഒരു വ്യക്തിയുടെ ജീവിതം മറ്റുള്ള വ്യക്തികളിൽ നിന്ന്, അവരുടെ ജീവിതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നു എന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് പുതിയ നിയമത്തിൽ കർത്താവ് ഈ വാഗ്ദത്തം ചെയ്തിരിക്കുമ്പോൾ പഴയ നിയമത്തിലും ദൈവം കൂടെയിരുന്ന വ്യക്തികളുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ കടന്നു വന്നിട്ടില്ല, അല്ലെങ്കിൽ കടന്നു വരികയില്ല എന്നുള്ളതല്ല. പിന്നെ പ്രശ്നങ്ങളുടെ താഴ്വരകളിൽ കർത്താവ് കൂടെയുള്ളൊരു വ്യക്തിയുടെ പ്രതികരണം വ്യത്യസ്തമായിരിക്കും. അവൻ്റെ ജീവിത വീക്ഷണം വ്യത്യസ്തമായിരിക്കും. അവൻ്റെ സ്വഭാവവും അവൻ്റെ പ്രവർത്തനങ്ങളും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഇത് നാം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ 33-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവചനത്തിൽ ഞാൻ വായിക്കുകയാണ്. എന്നോടും നിൻ്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് എങ്ങനെ അറിയും? നീ ഞങ്ങളോട് കൂടെ പോരുന്നതിനാലല്ലയോ? അങ്ങനെ ഞാനും നിൻ്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജനതകളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു.
മോശ ആ വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മിസ്രൈം അടിമത്തത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ജനതയെ നയിക്കുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്ത് മുമ്പോട്ട് നയിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ളൊരു സംഭാഷണം നാം ഇവിടെ കാണുകയാണ്. ദൈവത്തോട് പറയാണ്, എന്നോടും നിൻ്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് എങ്ങനെ അറിയും? അപ്പോൾ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ളത് എങ്ങനെ അറിയും? എന്നിട്ട് പറയുകയാണ്, നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാലല്ലയോ. നമ്മോട് കൂടെ ദൈവം പോരുമ്പോൾ, അല്ലെങ്കിൽ നമ്മോടുകൂടെ ദൈവം ഉള്ളപ്പോൾ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ കരുതലും കാവലും നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അങ്ങനെ ഞാനും നിൻ്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജനതകളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും. അപ്പോൾ ഈ ജനതയുടെ വിശേഷത എന്താണ്? അവർ 430 വർഷക്കാലത്തെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ആ ജനത, അവിടെ നിന്ന് വിമോചിതരായവർ മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് വിശേഷണം അല്ലെങ്കിൽ ഒരു വിശേഷത ഉള്ളത് എന്ത് എന്ന് ചോദിച്ചാൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അവരോട് കൂടെ അവരുടെ ദൈവമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തുടർന്നുള്ള യാത്രയിൽ അനേക പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിൽ ദൈവം അവരോടൊപ്പം ഉണ്ട് എന്ന് ശത്രുക്കൾക്ക് ബോധ്യമാവുവാൻ തക്കവണ്ണം സാധ്യമാകുന്നത്. അവരെ ശത്രു സൈന്യങ്ങൾ ഭയപ്പെട്ടിരുന്നത് അവരോടൊപ്പം യഹോവയാം ദൈവം ഉണ്ടായിരുന്നു എന്ന് അവർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടായെങ്കിൽ നമുക്കൊന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട, ശത്രുക്കളെക്കുറിച്ച് ഭയപ്പെടേണ്ട, പിശാചിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് ഭയപ്പെടേണ്ട. കാരണം നമ്മോടുള്ളവൻ ശക്തനായവനാണ്. അവൻ നമ്മുടെ എല്ലാ പ്രയാസങ്ങളെ അതിജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് ശക്തി പകരുന്നവനാണ്. അവൻ്റെ ബലം മറ്റേത് ശക്തികളെക്കാളും ഉന്നതമാണ്. അതുകൊണ്ട് ദൈവം നമ്മുടെ ജീവിത യാത്രയിൽ ഉണ്ടോ എന്ന് നാം പരിശോധിക്കുകയും, ഇല്ല എങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ ഉറപ്പുവരുത്തുകയും, കൂടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ട ചുമതല ഓരോ ക്രൈസ്തവൻ്റെയും ജീവിതത്തിലുണ്ട്. ഇവിടെ തന്നെ നാം തിരുവചനത്തിൽ കാണുന്നുണ്ട്, വായിക്കുകയാണ് 14-ാമത്തെ തിരുവചനത്തിൽ, അതിന് അവൻ, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്നരുളി ചെയ്തു. അപ്പോൾ ദൈവം മോശയോട് പറയുകയാണ്, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ ദൈവം തന്നെ അവനോടൊപ്പം കടന്നു പോവുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്നരുളി ചെയ്തു. അവനോട്, തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. മോശ പറയുകയാണ്, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഇല്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് അയക്കരുത്, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുകയാണ് നല്ലത്. കാരണം മുമ്പോട്ട് പോകുമ്പോഴുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം ആവശ്യമെന്നുള്ളൊരു തിരിച്ചറിവ് മോശയ്ക്ക് ഉണ്ടാകുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട് എന്ന് ഉറപ്പുവരുത്തി വിശ്വസിച്ച് മുമ്പോട്ട് പോയാൽ പ്രയാസങ്ങൾ ഒരുപക്ഷെ കടന്നു വന്നേക്കാം, പ്രതിസന്ധികൾ കടന്നു വന്നേക്കാം, രോഗങ്ങൾ കടന്നു വന്നേക്കാം. പക്ഷേ ആ പ്രശ്ന പ്രതിസന്ധിയുടെ നടുവിൽ നമ്മോടുകൂടെയുള്ള ദൈവം നമുക്ക് മതിയായവനാണ്. അവയെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകുന്നത് അവൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടാകുമ്പോഴാണ്. വീണ്ടും നാം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവം മോശയ്ക്ക് നൽകുന്ന ഒരു വലിയ ഉറപ്പ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനവൻ, തീർച്ചയായും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, നീ ജനത്തെ മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിൽ ദൈവത്തെ ആരാധിക്കും, ഞാൻ നിന്നെ അയച്ചിരിക്കുന്നതിന് അത് അടയാളമായിരിക്കും എന്ന് അരുളി ചെയ്തു. അപ്പോൾ മോശ ഈ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ മോശയെ ശക്തനാക്കുന്ന ദൈവം, മോശയുടെ കയ്യിലുള്ള വടി ഉപയോഗിച്ച് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ദൈവം, അതുകൊണ്ട് ആ ബന്ധം തീരുകയല്ല, അവനോടൊപ്പം കടന്നു പോവുകയാണ്. നമുക്കറിയാം, കനാനിലേക്കുള്ള യാത്രയിൽ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണായും തന്നെ ദൈവം അവരെ നയിക്കുന്നു എന്ന് നമുക്ക് തിരുവചനത്തിലൂടെ കാണുവാൻ തക്കോണം കഴിയും. അപ്പോൾ ഈ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ജനതയുടെ ബലം മറ്റൊന്നുമായിരുന്നില്ല. അവർക്ക് സൈനിക ശക്തികളോ കായിക ബലമോ അഭ്യസനങ്ങളോ പരിശീലനങ്ങളോ ഒന്നും ലഭ്യമാകാത്ത ആ ജനത്തിൻ്റെ ശക്തി ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.
അതുകൊണ്ടാണ് അവർക്ക് വിജയം നൽകി അവരെ ദൈവം വഴി നടത്തുന്നത് എന്ന് നമുക്ക് കാണുവാൻ എന്തൊക്കെ കഴിയും. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു ഉറപ്പ് നമുക്ക് നൽകുന്ന ബലവും ശക്തിയും വളരെ വലുതാണ്. ഏത് പ്രതിസന്ധിയെയും ഏത് പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകുന്നത് ദൈവം നമ്മോട് കൂടെയുള്ളപ്പോഴാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യോശുവയുടെ പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ, യോശുവ ആ വലിയ ചുമതല ഏറ്റെടുക്കുമ്പോൾ യോശുവയോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുവചനത്തിൽ നാം അത് വായിക്കുകയാണ്. നിൻ്റെ ജീവിതകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിനക്കെതിരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അപ്പോൾ യോശുവ മോശയുടെ പിൻഗാമിയായിട്ട് തിരഞ്ഞെടുത്തു. ആ വലിയ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ദൈവം അവന് കൊടുക്കുന്ന വാഗ്ദത്തമാണ്, നിൻ്റെ ജീവിതകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിനക്കെതിരെ നിൽക്കുകയില്ല. ലോകപ്രകാരം ശക്തരായിട്ടുള്ളവർ അന്നും ഉണ്ടായിരുന്നു. എന്നാൽ ഒരു മനുഷ്യനും യോശുവയ്ക്കെതിരെ നിൽക്കുവാൻ സാധ്യമാകുകയില്ല എന്ന് ദൈവം പറയുമ്പോൾ അതിൻ്റെ കാരണം അടുത്ത ഭാഗത്ത് പറയുകയാണ്, ഞാൻ മോശയോടുകൂടെ ഇരുന്നത് പോലെ നിന്നോടുകൂടെയും ഇരിക്കും. ദൈവം യോശുവയോട് കൂടെ ഇരുന്ന് ആ ശത്രുക്കളെ തുടർന്നുള്ള ആ പ്രയാണത്തിൽ കനാനിലേക്കുള്ള യാത്രയിൽ അനേക രാജ്യങ്ങളെ തോൽപ്പിച്ച്, രാജാക്കന്മാരെ തോൽപ്പിച്ച് യോശുവ മുമ്പോട്ട് നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അതിൻ്റെയൊക്കെയും അടിസ്ഥാനം ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം അവനോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്ന് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നാം 1 ശമൂവേൽ 3-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. 1 ശമൂവേൽ ചാപ്റ്റർ 3 വേഴ്സ് 19 നാം അവിടെ വായിക്കുകയാണ്. എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. ശമൂവേൽ ഒരു ബാലനായി ദൈവവേലയിലേക്ക് വിളിക്കപ്പെട്ടവനാണ്. അവൻ്റെ അമ്മ അവൻ ജനിച്ചപ്പോൾ യഹോവയ്ക്കായിട്ട് അവനെ സമർപ്പിച്ചതാണ്. ശമൂവേൽ വളരുകയാണ്. നാം വായിച്ചു, എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവം ശമൂവേലിനോട് കൂടെ ഉണ്ടായിരുന്നു. ഇസ്രയേലിൻ്റെ പ്രവാചക ശ്രേഷ്ഠന്മാരിൽ പ്രധാനികളിൽ ഒരാളായിരുന്ന ശമൂവേൽ പ്രവാചകനോട് കൂടെ ദൈവമുണ്ടായിരുന്നു. അപ്പോൾ ശമൂവേൽ പ്രവാചകൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് ജനത്തെയും രാജ്യത്തെയും രാജാക്കന്മാരെയൊക്കെയും അറിയിക്കുന്ന വ്യക്തിയാണ്. എന്നിട്ട് നാം വായിക്കുകയാണ്, അവൻ്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. അപ്പോൾ അവൻ പറഞ്ഞതൊക്കെയും ഫലിക്കുകയാണ്. ശമൂവേൽ പ്രവാചകൻ പറഞ്ഞത് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുകയാണ്. കാരണം എന്താണ്? ശമൂവേലിൻ്റേതാകുന്ന പ്രാഗൽഭ്യമോ അല്ലെങ്കിൽ മറ്റ് ഒരു സ്വഭാവ വിശേഷണവുമല്ല, പിന്നെ ദൈവം അവനോട് കൂടെ ഇരുന്നതുകൊണ്ട്. അപ്പോൾ ദൈവം നമ്മോട് കൂടെ ഇരുന്നാൽ നാം പറയുന്ന കാര്യങ്ങൾ പോലും ഫലിക്കുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ സാധ്യമാകുമെന്നുകൂടി തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഈ ജീവിതയാത്രയിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടോ എന്ന് നാം ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമായിരിക്കുന്നു. നാം ക്രൈസ്തവരായി ജനിച്ചു വളർന്നു, എന്നാൽ ദൈവം നമ്മോട് കൂടെയുണ്ടോ? ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെയും നിങ്ങളോടൊപ്പം ഉണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, നാം വീണ്ടും 1 ശമൂവേലിലേക്ക് നാം വരുമ്പോൾ 18-ാം അധ്യായത്തിൽ അവിടെ ഒരു മനുഷ്യനെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. 18-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, യഹോവ ദാവീദിനോടുകൂടെ ഇരിക്കുകയും ശൗലിനെ വിട്ടുമാറുകയും ചെയ്തതുകൊണ്ട് ശൗൽ ദാവീദിനെ ഭയപ്പെട്ടു. അപ്പോൾ 2 കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. ഇസ്രയേലിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്ത ശൗല് പിൻഗാമിയായി വന്ന ദാവീദിനെ അഭിഷേകം ചെയ്ത് കഴിയുമ്പോൾ ദാവീദിനോടൊപ്പം ദൈവം ആയിരിക്കുകയും ശൗലിൽ നിന്ന് ദൈവം അകന്നു പോവുകയും ചെയ്യണം. അതാണ് നമ്മുടെ വായിക്കുന്നത്, യഹോവ ദാവീദിനോട് കൂടി ഇരിക്കുകയും ശൗലിനെ വിട്ടുമാറുകയും. അപ്പോൾ അവനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു ശൗലിനോടൊപ്പം, എന്നാൽ ദൈവം ശൗലിൽ നിന്ന് വിട്ടുമാറി ദാവീദിനോടൊപ്പമായി. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ചെയ്തതുകൊണ്ട് ശൗൽ ദാവീദിനെ ഭയപ്പെട്ടു. കാരണം ദാവീദ് ഒരു ബാലനാണ്, അഭ്യസനങ്ങളൊന്നും ലഭിച്ചിട്ടില്ല, രാജാവല്ല, എന്നാൽ ശൗൽ രാജാവാണ്. പക്ഷേ ശൗൽ ദാവീദിനെ ഭയപ്പെടുവാനുള്ള കാരണം ദാവീദിനോടൊപ്പം ദൈവം ഉണ്ടായിരുന്നു. തുടർന്ന് നാം വായിക്കുകയാണ്, അതുകൊണ്ട്
ശൗൽ അവനെ തൻ്റെ അടുക്കൽ നിന്ന് മാറ്റി സഹസ്രാധിപനാക്കി. അങ്ങനെ അവൻ ജനത്തിന് നായകനായി തീർന്നു. ദാവീദ് തൻ്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ പ്രവർത്തിച്ചു. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ദാവീദിന് വിജയം നൽകിയത്, അവന് അനുഗ്രഹങ്ങൾ നൽകിയത്, എല്ലാ കാര്യങ്ങളും എല്ലാ വഴികളിലും വിവേകത്തോടുകൂടി ഇടപെടുവാൻ കഴിഞ്ഞതിൻ്റെ കാരണം ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം കൂടെയുണ്ട് എന്ന് നമുക്ക് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ദൈവം കൂടെയുണ്ടെന്ന് ഉറപ്പുവരുത്തുവാൻ നമുക്ക് കഴിയുമോ? അതിന് എന്താണ് നാം ചെയ്യേണ്ടതെന്ന് നാം ഇതിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് വരുമ്പോൾ തിരുവചനത്തിലൂടെ തന്നെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ അപ്രകാരം മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 28-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 28-ാമത്തെ തിരുവചനം. ദൂതൻ അവളുടെ അടുക്കൽ ചെന്ന്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. പരിശുദ്ധ മറിയം, കന്യകയായ മറിയത്തിനടുത്തേക്ക് ദൈവത്തിൻ്റെ ദൂതൻ കടന്നു എന്ന് പറയുകയാണ്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. പരിശുദ്ധ മാതാവ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി ദൈവപുത്രൻ്റെ മാതാവെന്ന വലിയ പദവിയിലേക്ക് അവളായിത്തീരുകയാണ്. അതിന് കാരണം എന്താണ്? കൃപ ലഭിച്ചവളായിരുന്നു. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവൾ. ദൈവം അവളോട് കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവളുടെ ജീവിതത്തിൽ തുറന്നുള്ള കാലങ്ങളിൽ ഏറെ പ്രയാസങ്ങളിലൂടെ കടന്നുപോയതൊക്കെ നമുക്കറിയാം. 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ തക്കോണം കൽപ്പിക്കുമ്പോൾ പൈതലുമായിട്ട് അവിടെ നിന്നും മിസ്രൈമിലേക്ക് പലായനം ചെയ്യേണ്ട ഒരു വലിയ സാഹചര്യം അവളുടെ ജീവിതത്തിലുണ്ടാകുകയാണ്. തുറന്നുള്ള കാലയളവൊക്കെയും ഏറെ പ്രയാസങ്ങൾ നിറഞ്ഞ കാലയളവായിരുന്നേക്കാം. കാരണം അവൾക്ക് തുണയായിരുന്ന യോസഫ് അധികം പ്രായമാകുന്നതിന് മുമ്പേ ഈ ലോകത്തു നിന്ന് നീക്കപ്പെട്ടു. മകനെ വളർത്തുവാനുള്ള ചുമതലയും ഉത്തരവാദിത്വവും ഉള്ള ആ മാതാവ് മുമ്പോട്ട് പോകുമ്പോൾ സ്വന്തം മകൻ കൺമുമ്പിൽ വെച്ച് ക്രൂരമായി പ്രഹരിക്കപ്പെടുകയും ക്രൂശിൽ തറയ്ക്കുകയും ചെയ്യുമ്പോഴും മൗനമായിട്ട് അതിനെ അടുത്ത് നിന്ന് വീക്ഷിക്കുകയല്ലാതെ ഒരു പരാതി പോലും പറയുന്ന ഒരു സാഹചര്യം മറിയത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. കാരണം എന്താണ്? ദൈവം അവളോട് കൂടെയുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം അവളെപ്പോഴും അനുഭവിച്ചുകൊണ്ടിരുന്നു. അത് പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും താഴ്വരകളിലും അപ്രകാരം തന്നെയായിരുന്നു. അനുഗ്രഹങ്ങൾ മാത്രമുള്ളപ്പോൾ അല്ല, പിന്നെയോ ഏത് പ്രശ്നത്തിൻ്റെ താഴ്വരകളിലും ദൈവം കൂടെയുണ്ടെങ്കിൽ അതിനെ ക്ഷമയോടെ സഹനത്തോടെ അതിനെ സ്വീകരിപ്പാൻ തക്കവണ്ണം ദൈവം കൂടെയുള്ളൊരു വ്യക്തിക്ക് മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്നുകൂടി തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണുവാൻ കഴിയും. 18-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം തിരുവചനത്തിൽ നാം മറ്റൊരു വ്യക്തിയെ ഇവിടെ കാണുന്നുണ്ട്. 18-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം തിരുവചനങ്ങൾ നാം വായിക്കുകയാണ്. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് അരുളിച്ചത്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് നിനക്ക് ദോഷം വരുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെയധികം ജനമുണ്ട്. കർത്താവിന് വേണ്ടി വളരെയധികം പ്രവർത്തിച്ച വ്യക്തിയാണ് പൗലോസ്. സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ശൗലിനെ പൗലോസാക്കിയ കർത്താവ് അവനൊരു വലിയ വാഗ്ദത്തം നൽകുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യമായിരുന്നു പൗലോസിനെ ബലപ്പെടുത്തിയത്. കാരാഗ്രഹത്തിലും മരണത്തെ മുഖാമുഖം കാണുമ്പോഴും പൗലോസിന് ഒരു വിശ്വാസമുണ്ട്, ദൈവം അവനോട് കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു വലിയ വിശ്വാസം പൗലോസിനുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അതുകൊണ്ടാണ് കപ്പൽ ഛേദം സംഭവിക്കുമ്പോൾ റോമയിലേക്കുള്ള യാത്രയിൽ ഈശാന മൂലൻ എന്ന ആ വലിയ കൊടുങ്കാറ്റിൻ്റെ നടുവിൽ പെട്ട് എല്ലാവരും മരിച്ചു പോകുമെന്ന് ഭയപ്പെടുന്ന സാഹചര്യത്തിലും പൗലോസിൻ്റെ അടുത്തേക്ക് ദൈവത്തിൻ്റെ ദൂതൻ കടന്നു ചെല്ലുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ആ പ്രതിസന്ധി ഘട്ടത്തിലും പൗലോസ് അനുഭവിക്കുകയാണ്. ആ കൂടെ ഉണ്ടായിരുന്ന 275 പേരെയും രക്ഷിക്കുവാൻ തക്കവണ്ണം
പൗലോസ് ഉപവസിച്ചും അവരോടൊപ്പം ഉണ്ടായിരുന്നവർ ഉപവസിച്ചും ആ പ്രതിസന്ധി അതിജീവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. കാരണം എന്താണ്? ആ പ്രതിസന്ധി ഘട്ടത്തിലും ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് അവന് ബോധ്യമാകുകയും അത് അവൻ വിശ്വസിക്കുകയും അതിൽ പ്രത്യാശ വെച്ച് അവൻ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിലും സമാനമായ ഒരു സംഭവം നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 39 അധ്യായം 2 തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നതിനാൽ അവൻ അഭിവൃദ്ധി പ്രാപിച്ചു, അവൻ മിസ്രൈമ്യനായ യജമാനൻ്റെ ഭവനത്തിൽ പാർത്തു. യോസഫ് മിസ്രൈമിലേക്ക് അടിമയായിട്ട് തൻ്റെ സഹോദരങ്ങളാൽ വിൽക്കപ്പെടുകയാണ്. 20 വെള്ളിക്കാശിന് അവനെ വിൽക്കുമ്പോൾ അവൻ ആരുമില്ലാത്ത, ആരും അറിയാത്ത ഒരു വിദേശ രാജ്യത്ത് അടിമയായിട്ട് എത്തിച്ചേരുകയാണ്. പക്ഷേ യോസഫിന് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം അവൻ്റെ ജീവിതത്തിൽ എവിടെയും നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ ഫലമായിട്ട് നാം ഇവിടെ വായിക്കുകയാണ്, യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നതിനാൽ അവൻ അഭിവൃദ്ധി പ്രാപിച്ചു. അപ്പോൾ ജീവിതത്തിൻ്റെ ഐശ്വര്യങ്ങൾ പ്രാപിക്കുവാൻ ദൈവം കൂടെയുണ്ടെങ്കിൽ സാധ്യമാകും എന്ന് യോസഫിൻ്റെ അനുഭവം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നുമില്ലാത്തവനായി വെറും കൈയോടെ ഭവനത്തിൽ നിന്ന് ഒരടിമയായിട്ട് വിൽക്കപ്പെട്ട യോസഫ് അവൻ അഭിവൃദ്ധി പ്രാപിച്ച് മറ്റൊരു രാജ്യത്ത്, ആ അഭിവൃദ്ധി അല്ലെങ്കിൽ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ പദവിയിലേക്ക് അവൻ എത്തിച്ചേരുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. 39 അധ്യായത്തിൻ്റെ 21 വാക്യത്തിൽ നാം വായിക്കുകയാണ്, എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു, കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കോണം അവന് കൃപ നൽകി. യോസഫിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നതായിട്ട് 19 വാക്യത്തിൽ നാം കാണുകയാണ്, നിൻ്റെ ദാസൻ ഇങ്ങനെ എന്നോട് ചെയ്തു എന്ന് തൻ്റെ ഭാര്യ പറഞ്ഞ വാക്ക് യജമാൻ കേട്ടപ്പോൾ അവൻ്റെ കോപം ജ്വലിച്ചു. യോസഫിൻ്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിൻ്റെ തടവുകാരയിടുന്ന കാരാഗ്രഹത്തിലാക്കി. അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കിടന്നു. പൊത്തീഫറിൻ്റെ ഭാര്യ വ്യാജമായി യോസഫിൻ്റെ മേൽ പരാതികൾ നൽകുമ്പോൾ, അവനെ അവഹേളിക്കുമ്പോൾ അത് വിശ്വസിച്ചവൻ്റെ അവളുടെ ഭർത്താവ് അവനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നതായിട്ട് നാം കാണുകയാണ്. കാരാഗ്രഹം എന്ന് പറയുമ്പോൾ കൂരിരുട്ടിൻ്റെ ഏകാന്തതയുടെ ഇതാകുന്ന അവസ്ഥയാണ്. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് കാരാഗ്രഹം. പക്ഷേ എന്താണ് അവിടെ സംഭവിക്കുന്നത്? കൂരിരുട്ടിൻ്റെ താഴ്വരകളിലും ദൈവം അവനോട് കൂടിയിരുന്നു. അടുത്ത വചനത്തിൽ നാം വായിക്കണം, എന്നാൽ യഹോവ യോസഫിനോട് കൂടിയിരുന്നു. കാരാഗ്രഹത്തിലായിരിക്കുന്ന, ഏകാന്തതയിലായിരിക്കുന്ന, അന്ധകാരത്തിലായിരിക്കുന്ന യോസഫിനോട് കൂടെ ദൈവമുണ്ടായിരുന്നു എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ആ കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നുകയാണ്. തുടർന്ന് 23 തിരുവചനത്തിൽ വായിക്കുകയാണ്, യഹോവ അവനോട് കൂടെയിരുന്ന് അവൻ ചെയ്യുന്നതൊക്കെയും സഫലമാക്കുന്നത് കൊണ്ട് അവനെ ഭരമേൽപ്പിച്ച യാതൊന്നിനും കാരാഗ്രഹ പ്രമാണി ശ്രദ്ധ ചെലുത്തിയില്ല. അപ്പോൾ ദൈവം കൂടെ ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച്, അഭിവൃദ്ധിയെക്കുറിച്ച് നാം വായിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ വ്യക്തി മറ്റുള്ള വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തനായിത്തീരുകയാണ്. അതാണ് നമ്മുടെ കാണുന്നത്. യഹോവ അവനോട് കൂടെയിരുന്ന് അവൻ ചെയ്യുന്നതൊക്കെയും സഫലമാക്കുന്നത് കൊണ്ട്. അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും സഫലമാകുകയാണ്. കാരണം അവൻ്റെ കഴിവല്ല, അവൻ്റെ മിടുക്കല്ല, പിന്നെയോ ദൈവം അവനോട് കൂടെയിരുന്നതുകൊണ്ട്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, എത്ര അനുഗ്രഹീതമായ ഒരു ജീവിതമാണ് ദൈവം നമ്മോട് കൂടെ ഉണ്ടാകുമ്പോൾ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും നമ്മെ നയിക്കുവാനും വഴി നടത്തുവാനും മതിയാകുന്നൊരു ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെയും അനുഗ്രഹിക്കപ്പെടുന്നവരായി, അഭിവൃദ്ധി പ്രാപിക്കുന്നവരായി തീരും. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒരുപക്ഷെ നേരിടേണ്ടി വന്നാൽ പോലും അവിടെയും നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുന്ന ദൈവത്തെ രുചിച്ചറിയുവാൻ തക്കോണം സാധ്യമാകുന്നു എന്ന് തിരുവചനമൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു വലിയ വാഗ്ദത്തമാണ് കർത്താവ് ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ്, പിതാവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 28 അധ്യായത്തിൻ്റെ 20 തിരുവചനത്തിൽ നാം അതാണ് വായിക്കുന്നത്. അവിടെ നാം വായിച്ചു, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുകയും ചെയ്യുക, ഞാനോ
ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരിക്കുന്നൊരവസ്ഥ എത്ര അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ്. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും അതിജീവിക്കുവാൻ അവൻ നമ്മോട് കൂടെയുണ്ടെങ്കിൽ അവനാൽ നമുക്ക് സാധ്യമാകും എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. ശക്തനാക്കുന്ന ക്രിസ്തു നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമുക്ക് മറ്റൊന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട. പക്ഷെ അത് ഉറപ്പുവരുത്തുവാൻ നമുക്ക് കഴിയുന്നത് എപ്രകാരമാണ്? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ 4-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വന്തമായി ഫലം കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും കഴിയുകയില്ല. അപ്പോൾ ദൈവത്തിൽ നാം വസിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ സ്ഥാനമായി മാറുമ്പോഴാണ് ദൈവം നമ്മോടൊപ്പം വസിക്കുന്നത്. വിശുദ്ധനാകുന്ന ദൈവം നമ്മിൽ വസിക്കണമെങ്കിൽ വിശുദ്ധമായൊരു ജീവിതം നാം നയിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ വാക്കുകളും ചിന്തകളും പ്രവൃത്തികളും ദൈവത്തിന് പ്രസാദകരമായി തീരണം. കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന വചനം, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ. അപ്പോൾ ദൈവം നമ്മോട് കൂടെ വസിക്കണമെങ്കിൽ വിശുദ്ധനാകുന്ന ദൈവമാണ് നമ്മോട് കൂടെ വസിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകണം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിന് പ്രസാദകരമായി തീരണം. ഒരുപക്ഷെ പാപം ചെയ്തിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പക്ഷേ പാപത്തെ ഏറ്റുപറഞ്ഞ് അനുതപിച്ച് ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നതാണ് വിശുദ്ധ ജനമായി തീരുവാനുള്ള ഒരു വലിയ അടയാളം. ദൈവത്തിൻ്റെ ആത്മാവാൽ നയിക്കപ്പെടുന്നവരത്രേ ദൈവത്തിൻ്റെ മക്കളെന്ന് റോമാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു. ദൈവത്തിൻ്റെ ആത്മാവാൽ നയിക്കപ്പെടുന്നവരായി, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരായി, ദൈവം കൂടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നവരായി നമ്മുടെ ജീവിതയാത്രയിൽ മുമ്പോട്ട് പോകാം. ദൈവിക അനുഗ്രഹങ്ങളോടുകൂടി നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിലായി തീരുവാൻ അത് മുഖാന്തരമായി തീരും. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.